ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ പ്രക്ഷോഭവും പ്രതിരോധവും തീർത്തത് ഈ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഏറ്റവും ആദ്യത്തെ ജനകീയ പ്രതിരോധം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനെതിരായിട്ടുള്ള പ്രമേയം പാസാക്കിയത്. ഈ കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് രാജ്യത്തു തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയേകിക്കൊണ്ടുള്ള പ്രതിരോധത്തിന് തുടക്കം കുറിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലാണ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. അതുമാത്രമല്ല, അതേസമയം തന്നെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ നാടിനകത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം നടന്നപ്പോ മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് പോലും ഇടതുപക്ഷത്തിന്റെ സമരത്തിന്റെ വേദികളിലേക്കും സമരത്തിലേക്കും പങ്കെടുക്കേണ്ടതായി വന്നു. അത് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുമാത്രമല്ല, ഡിവൈഎഫ്ഐ എവിടെയെന്ന് ചോദിച്ചത് തൊട്ടപ്പുറത്തിരിക്കുന്ന രണ്ട് ലീഗുകാരോട് അല്ലെങ്കിൽ UDF-കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് ഡിവൈഎഫ്ഐ എന്നും എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഈ സമരത്തിനകത്ത് ഇടപെട്ടതെന്നും. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അനുഭവത്തിലൂടെ മനസ്സിലായ കാര്യങ്ങളാണ്. മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ട കേസിനെ സംബന്ധിച്ചാണ്. കേസിനെ സംബന്ധിച്ച് വളരെ വ്യക്തം. ആര് പ്രകടനം നടത്തിയാലും നിയമപരമായ നടപടി എല്ലാവർക്കെതിരെ ഉണ്ടാവും. ഞങ്ങൾക്കെതിരെയും കേസുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം നടത്തിയതിന്റെ ഭാഗമായി ഞാൻ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും പേരുകൾ കേസുകളുണ്ട്. രൂപയാണ് യൂത്ത് ലീഗ് ഫൈൻ അടച്ചത്. 8,34,000 രൂപ യൂത്ത് ലീഗ് ഫൈൻ അടച്ചത്. കേസുകൾ പിൻവലിച്ചു എന്ന് പറയുന്നു. 834 കേസിലെ 232 കേസ് ഇപ്പൊ നിലവിലുള്ളതെന്ന് പറയുന്നു. പക്ഷെ യൂത്ത് ലീഗ് ഫൈൻ അടച്ചത് 8,34,000. ഇത് തെരുവിലെ CAക്കെതിരെ പൊരുതിയിട്ട് ഇവിടെ സമരത്തിൽ പണടച്ചത് തെളിവുകളുണ്ടല്ലോ. സമരം നടത്തിയാൽ കേസെടുക്കും. അത് ഞങ്ങൾ നടത്തിയാലും ആര് നടത്തിയാലും കേസെടുക്കും. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ഒറ്റ കാര്യമേ ഉള്ളൂ. കേസെടുക്കും, ഫൈനും അടക്കേണ്ടി വരും. ഞാൻ ഉൾപ്പെടെയുള്ള ഏതൊരാളും ഫൈൻ അടക്കേണ്ടി വരും. ഒരു കാര്യം, അത് പൊതുമുതൽ നശിപ്പിച്ചാൽ ഫൈൻ അടക്കേണ്ടി വരും. പൊതുമുതൽ നശിപ്പിച്ചാൽ ഫൈൻ അടക്കേണ്ടി വരും. അത് ഏതൊരു മനുഷ്യനും അടക്കേണ്ടതാണ്. അത് ഈ രാജ്യത്ത് നിയമമാണ്. ഒറ്റ മിനിറ്റ്. പൊതുമുതൽ നശിപ്പിച്ചാൽ കേസെടുക്കും, ഫൈൻ അടക്കേണ്ടി വരും. അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ഭാഗമായാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം, ആ സമരത്തിൽ എവിടെയും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം എവിടെയും സമരം നടത്തിയിട്ടില്ല. ഇവർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. തമിഴ്നാട്ടിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മുഴുവൻ അറസ്റ്റുകളിലും ആ കേസ് ഇപ്പോൾ ഒഴിവാക്കി കൊടുത്തു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് സമരം ചെയ്തതിനെ പേരിൽ യൂത്ത് ലീഗിന് നിങ്ങൾ ഫൈൻ അടച്ചേക്കുക 8 ലക്ഷം രൂപ. CPM-ഓ DYFI-യോ എത്ര ലക്ഷം രൂപ ഫൈൻ അടച്ചിട്ടുണ്ടെന്നുള്ളതാണ് നേരിട്ടുള്ള ചോദ്യം. ഈ തമിഴ്നാടുമായി കമ്പയർ ചെയ്ത കാര്യം ഞാനൊന്ന് പറയട്ടെ. എങ്ങനെയാണ് അവിടെ മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി കേസ് പിൻവലിച്ചതാണോ? നിയമ നടപടികളിലൂടെയാണ് കേസ് പിൻവലിക്കുക. അതറിയാത്തവരാണോ? സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഗുരുതരമായ പ്രശ്നങ്ങളില്ലാത്ത എല്ലാ കേസുകളും സാധാരണ പോലെ പ്രതിഷേധ പ്രകടനമാണ് നടത്തിയതെങ്കിൽ കേസ് പിൻവലിക്കും. എന്നാൽ